പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്ക് കർത്താവ് ദൂത് പറയുന്നു. എന്താണ് ഈ 7 സഭകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് സഭയുടെ 7 വ്യത്യസ്ത കാലഘട്ടങ്ങളെ അല്ല കാണിക്കുന്നത്. ഈ 7 സഭകൾ കാണിക്കുന്നത് അന്ത്യനാളുകളിലെ വിശ്വാസികളെയാകുന്നു. കർത്താവിൻ്റെ ജനം, വിശ്വാസികൾ എന്ന് പറയുന്നവർ എല്ലാവരും ഒരേപോലെ അല്ല ഈ അന്ത്യനാളുകളിൽ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് 7 സഭകൾക്ക് ദൂത് എഴുതുന്നത്. 7 എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ആകുന്നു, പൂർണ്ണതയെ കാണിക്കുന്നു. ടു ദ ചർച്ച് ഇൻ സ്മൃണ സഭയ്ക്കുള്ള കർത്താവിൻ്റെ ദൂത്. സ്മൃണയിലെ സഭയുടെ ദൂതനെ എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. അന്ത്യനാളുകളിലെ സ്മൃണ ടൈപ്പ് വിശ്വാസികൾക്കുള്ള കർത്താവിൻ്റെ ദൂത്. കർത്താവ് ഇവരോട് എന്താണ് പറയുന്നത്? 9-ാമത്തെ വചനം പറയുന്നു, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു. സ്മൃണ സഭയ്ക്ക് കഷ്ടതയുണ്ട്. 7 ഇയർ ട്രിബുലേഷനെ നമുക്ക് 2ആയി തിരിക്കാം. ആദ്യത്തെ 3.5 വർഷം ട്രിബുലേഷൻ, രണ്ടാമത്തെ 3.5 വർഷം ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാകഷ്ടകാലവും ആകുന്നു. ആദ്യത്തെ 3.5 വർഷത്തിൽ സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഇത് രണ്ടിൻ്റെയും മധ്യഭാഗത്താണ് റാപ്ചർ, ഉൽപ്രാവണം സംഭവിക്കുന്നത്. അപ്പോൾ സ്മൃണ സഭയ്ക്ക് ആദ്യത്തെ 3.5 വർഷം കഷ്ടമുണ്ട്, ട്രിബുലേഷനുണ്ട്. അതിനെപ്പറ്റിയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. ഈ ലോകത്തുള്ള ദാരിദ്ര്യത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നിങ്ങൾ ദരിദ്രരാകുന്നു, പക്ഷേ നിങ്ങളുടെ ഹാർട്ട്, യു ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ്. ദരിദ്രരായവരെ നിങ്ങൾ സന്തോഷിപ്പിൻ, ക്രിസ്തുവിൽ നിങ്ങൾ സമ്പന്നരാകുന്നു. ദൈവം നിങ്ങളെ റിച്ച് എന്ന് വിളിക്കണമെങ്കിൽ സ്വർഗത്തിലെ ധനത്തിന് നിങ്ങൾ അധികാരിയായെങ്കിലാണ്. സ്വർഗത്തിലെ ധനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെങ്കിൽ അതുപോലെ ഒരു ഹൃദയം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരാകേണം. 10-ാമത്തെ വചനം പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 7 ട്രംപറ്റുകളുണ്ട്, 7 കാഹളങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ ട്രംപറ്റ് സൗണ്ട് ചെയ്യുമ്പോഴാണ് 7 ഇയർ ട്രിബുലേഷനിലേക്ക് നമ്മൾ കയറുന്നത്. ആദ്യത്തെ 3.5 വർഷത്തിൽ 1, 2, 3 ട്രംപറ്റുകളാണ് ഉള്ളത്. 4-ാമത്തെ ട്രംപറ്റ് എന്ന് പറയുന്നത് റാപ്ചർ നടന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടയാളമാകുന്നു. 2-ാമത്തെ ട്രംപറ്റ് യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ. 3-ാമത്തെ ട്രംപറ്റിൻ്റെ അടിയിൽ 2 സീലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. 3ഉം 4ഉം സീലുകൾ. 4-ാമത്തെ സീൽ എന്ന് പറയുന്നതാണ് പേൽ ഗ്രീൻ ഹോഴ്സിൻ്റെ അവസ്ഥകൾ. അതായത് അവിടെ മുതൽ കൊല്ലൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കാതെ, അവൻ്റെ മാർക്കെടുക്കാതെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നവരെ കൊല്ലാനുള്ള നിയമം കടന്നു വരുന്നു. ഇത് സംഭവിക്കുന്നത് റാപ്ചറിന്, ഉൽപ്രാപണത്തിന് 30 ദിവസങ്ങൾക്ക് മുന്നേയുള്ള പോയിന്റിലാകുന്നു. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ വചനപ്രകാരം എതിർ ക്രിസ്തു ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് പ്രഖ്യാപിക്കുന്നു. ഡാനിയൽ 12:11 കണക്ക്. അവിടെ മുതലാണ് കൊല്ലൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്താണ് സ്മൃണ ടൈപ്പ് വിശ്വാസികളിൽ ചിലരെ, എല്ലാവരെയുമില്ല, ചിലരെ 10 ദിവസത്തേക്ക് ജയിലിൽ അടയ്ക്കുന്നത്. അവർ നിന്ന് രക്തസാക്ഷികളായി റാപ്ചറിന് മുന്നേ തന്നെ കർത്താവിന് വേണ്ടി മരിക്കുന്നു. കർത്താവ് ഇവരോട് പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും.
ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. കർത്താവിൻ്റെ വചനം പറയുന്നു, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഇതുപോലെയുള്ളൊരു സമയത്തിലേക്കാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അതിവേഗം കടന്നുവരും നമ്മുടെ മുന്നിലേക്ക്. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13 പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ അവസാനത്തെ പോയിന്റ് വരെ ക്രിസ്തുവിനു വേണ്ടി ആയിരിക്കാൻ നാം ശ്രമിക്കണം. ഹൃദയം ശുദ്ധമാക്കി ക്രിസ്തുവിനു വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നവർ മാത്രം രക്ഷിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഏതു വലിയ കൊടുങ്കാറ്റടിച്ചാലും ഉറപ്പോടെ ക്രിസ്തുവിനു വേണ്ടി നിൽക്കുന്നവർ മാത്രം നിത്യജീവനെ അവകാശമാക്കും. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.